തലശ്ശേരിയിൽ മോർണിംഗ് വാക്കിലാണ്. നമ്മുടെ തലശ്ശേരിയുടെ പ്രിയപ്പെട്ട എൻ ഷംസീർ നമുക്കൊപ്പം ചേരുകയാണ്. ഞങ്ങൾ തലശ്ശേരിയിൽ ക്രിക്കറ്റിൻ്റെ ചരിത്രം ബിനീഷ് കൊടിയേരിയിൽ നിന്ന് കേട്ടു. അതിനപ്പുറത്ത് ക്രിക്കറ്റും തലശ്ശേരിയും എൻ ഷംസീറും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇവിടുത്തെ പഴയ കാല ടെന്നീസ് ബോൾ ക്രിക്കറ്റിൻ്റെ കമൻറ്റേറ്ററായിരുന്നു, താരമായിരുന്നു എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എങ്ങനെയാണ് ക്രിക്കറ്റ്? തലശ്ശേരിക്കാരുടെ ഉള്ളിലൊക്കെ ക്രിക്കറ്റ് ഉണ്ടല്ലോ. അതെ, തലശ്ശേരിയിൽ ജനിച്ച ഒരാളും ക്രിക്കറ്റ് അറിയാത്തവരായിട്ടില്ല. അതിപ്പം നമ്മൾ ജനിച്ചാൽ എഴയും നടക്കും ഓടും. അതെല്ലാം പോലെ തന്നെ ഒരു ഘട്ടം എത്തുമ്പോൾ തലശ്ശേരിക്കാർ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങും. ഒരു 10 വയസ്സ് തുടങ്ങിയാൽ ചിലർ ലൈഫ് ലോങ് കളിക്കും, ചിലർ ടീനേജ് കഴിഞ്ഞ് ഒരു യൂത്ത് ആകുന്നവരെ കളിക്കും. അപ്പോൾ ക്രിക്കറ്റുമായി അത്രമാത്രം ഇഴചേർന്ന ബന്ധം തലശ്ശേരിക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് ലോകത്ത് എവിടെയെങ്കിലും കളിക്കാൻ പോയാലും ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സംഘാടകരായി തലശ്ശേരിക്കാരുണ്ടാവും, അല്ലെങ്കിൽ കളിക്കുന്ന ആളെ തലശ്ശേരിക്കാരുണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ പലയിടത്തും പോയപ്പോൾ അവിടെ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്ന തലശ്ശേരിക്കാരാണ്, കളിക്കുന്ന തലശ്ശേരിക്കാരാണ്. തലശ്ശേരിയും ക്രിക്കറ്റും പരസ്പരം കെട്ടുകൊണ്ട് നടക്കുന്നതാണ്. തലശ്ശേരിയിലെ രാഷ്ട്രീയത്തിൽ വന്നവരും അവരും ക്രിക്കറ്റ് നന്നായിട്ട് അറിയുന്നവർ തന്നെയാണ്. അപ്പോൾ ക്രിക്കറ്റ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. വ്യക്തിപരമായിട്ട് എങ്ങനെയായിരുന്നു പഴയകാല? ഞാനെടുത്ത സ്കൂൾ പഠിച്ചതാണ്. നമ്മുടെ എല്ലാം സ്കൂൾ, വിനീഷ് പഠിച്ച തൊട്ടപ്പുറത്ത്, ഞാൻ പഠിച്ച തൊട്ടപ്പുറത്ത് BMP. നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഡേ സ്പെൻഡ് ചെയ്ത സ്റ്റേഡിയമാണിത്. അന്ന് ഇതായിരുന്നില്ല സ്റ്റേഡിയം, അന്ന് മട്ടർഫായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാവരും വന്ന് കുട്ടികളൊക്കെ ലഞ്ച് ബ്രേക്കിലും വൈകുന്നേരവും വന്ന് പരിശീലിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ അത് അത്രമാത്രം ആളുകൾ ഉണ്ടാവുമായിരുന്നു. ഇതിനൊരു വലിയ ലെഗസിയുള്ള സ്റ്റേഡിയമാണ്. പക്ഷേ ബിനീഷ് പറഞ്ഞത് എവിടെയാണ് ക്രിക്കറ്റ് ആരംഭിച്ചത്. അതുകൊണ്ട് അതിൻ്റെതായ പ്രാധാന്യം ഈ ക്രിക്കറ്റിന് തലശ്ശേരിയിലുണ്ട്, ഈ സ്റ്റേഡിയത്തിലുണ്ട്. സ്റ്റേഡിയം പിന്നീട് ഒരു ഘട്ടത്തിൽ ക്രിക്കറ്റ് അസോസിയേഷൻ, അന്ന് കോടിയേരിയായിരുന്നു ജനപ്രതിനിധി, അദ്ദേഹമായി സംസാരിച്ച് KCAക്ക് ഞങ്ങൾ കോണർ റോയൽ സ്റ്റേഡിയം കൊടുത്തു. പിന്നെ ക്രിക്കറ്റ് അങ്ങോട്ടേക്ക് മാറി. ഇതൊരു മൾട്ടി സ്പോർട്സ് ഗ്രൗണ്ടാണ്. ഇവിടെ ഒരു ഭാഗത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ തന്നെ വേറൊരു ഭാഗത്ത് ഫുട്ബോൾ പരിശീലിക്കുന്നുണ്ടാവും, വേറൊരു ഭാഗത്ത് ഹോക്കി കളിക്കുന്നുണ്ടാവും ഈ ഗ്രൗണ്ടിൽ നിന്ന്, തൊട്ടിപ്പുറത്തുനിന്ന് ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും സ്പോർട്സ് ഇവൻറ്റുകൾ ഒരേ സമയം കളിക്കുന്ന സ്റ്റേഡിയമാണിത്. ഇവിടെ ഇപ്പോൾ ഹോക്കിയും ഫുട്ബോളും മാത്രം ആളുകൾ കളിക്കുന്നത്. ക്രിക്കറ്റ് എക്സ്ക്ലൂസീവ്ലി അങ്ങ് കോണർവെൽ സ്റ്റേഡിയത്തിലേക്ക് മാറി. കോണർവെൽ സ്റ്റേഡിയം ഇപ്പോൾ KC ആണ് നടത്തുന്നത്. അവർ നല്ല നിലയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഞങ്ങളിവിടെ വന്നപ്പോഴേ ഞെട്ടിയത്, സാക്ഷാൽ അനിൽ കുംബ്ലെ ഇന്ത്യൻ ടീമിലേക്ക് കടക്കുന്നത് തൊട്ട് മുമ്പ് അദ്ദേഹം കളിച്ചതും വെങ്കിടവതി രാജുവിനെ പോലുള്ളൊക്കെ വലിയ താരങ്ങൾ ഇവിടെ വന്ന് കളിച്ചിട്ടുണ്ട്. അപ്പം അന്ന് മുതലേ അതൊരു വലിയ ആവേശമായിരിക്കും. ചെറുപ്പമായിരിക്കില്ല അവരൊക്കെ വന്ന് കളിക്കുന്നത്. ചെറിയ കുട്ടികളാണ് നമ്മളെല്ലാം. അനിൽ കുംബ്ലെയും വെങ്കിടപതി രാജു, പിന്നെ സെയ്ദ് കിർമാണി, ഇവരൊക്കെ സ്റ്റേഡിയത്തിൽ കളിച്ചതാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരു ലക്കുണ്ട്. ഇവിടെ രഞ്ജി ട്രോഫി കളിച്ച ആൾ പിറ്റേന്ന് തന്നെ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടും. ഇവരൊക്കെ ആ നിലയിൽ സെലക്ട് ചെയ്യപ്പെട്ടതാണ്. പിന്നെ ശ്രീശാന്ത് ഇവിടെ വന്ന് കളിച്ചിട്ടുണ്ട് ഈ ഗ്രൗണ്ടിൽ വന്നിട്ട്. അതുപോലെ JK മഹേന്ദ്ര ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ലി മാച്ച് ഇവിടെ ഇൻഡസ്ട്രി ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ ലെഗസി ഈ സ്റ്റേഡിയത്തിലുണ്ട്. അപ്പം നമ്മളൊക്കെ കോളേജ് ഡേയ്സും സ്കൂൾ ഡേയ്സുമാണ്. പിന്നീട് ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് മാറിയതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഇതൊരു മൾട്ടി ടാലൻറ്റ് സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ നിങ്ങൾ രാവിലെ 100 കണക്കിന് ആളുകൾ ജോഗിങ്ങിന് വരുന്ന സ്റ്റേഡിയമാണ്. അതുപോലെ വൈകുന്നേരം ഇത്ര തന്നെ ആളുകൾ വരുന്ന സ്റ്റേഡിയമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു വൈബ് വന്നിട്ടുണ്ടോ? ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് നടക്കണം തോന്നിയിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും. അതാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത. ഏതൊരാൾക്ക് ഇവിടെ വന്നാൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യണം തോന്നും. നമ്മൾ ഞാൻ മനസ്സിലാക്കി ഈ ടെന്നീസ് ബോൾ ടൂർണമെന്റിന്റെ ഇവിടുത്തെ പ്രധാന കമന്റേറ്റർ ആയിരുന്നല്ലോ. അതെ, അതൊക്കെ ഈ വാക്കുകൾ അങ്ങനെ അടുക്കി വെക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് കമന്റേറ്റർ ആയിരിക്കാം എൻ്റെ ഒരു പൊളിറ്റീഷ്യൻ്റെയും അല്ലെങ്കിൽ ഒരു പ്രസംഗികനെയും രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക. അതെങ്ങനെയാണ് ഈ അന്നേ മുതൽ ഈ കളിയുടെ ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ ഒന്ന് പഠിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അത് അല്ല, ക്രിക്കറ്റ് അറിയാലോ. ക്രിക്കറ്റിൻ്റെ ബേസിക് റൂൾസും ക്രിക്കറ്റും അറിയുന്ന ആളല്ലോ നമ്മളല്ലോ. അറിയാത്ത ആളല്ല. ഇപ്പോഴത്തെ ഒരുപക്ഷെ ജനറേഷന് വേണ്ടത്ര നമ്മൾ ക്രിക്കറ്റ് മോണിറ്റർ ചെയ്യുന്നില്ലെങ്കിലും വാച്ച് ചെയ്യുന്നില്ലെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം നടക്കുക രാവിലെയാണ് ഓസ്ട്രേലിയയിൽ നിന്ന്. അതിരാവിലെ എഴുന്നേറ്റ് നമ്മൾ കളി കാണും. ടെസ്റ്റ് മാച്ച് 5 ദിവസം കളി കാണും. അതുപോലെ ഇവിടെയാണെങ്കിൽ A ഡിവിഷൻ ക്രിക്കറ്റ് നടക്കും, BC എല്ലാ ഡിവിഷൻ ക്രിക്കറ്റ് ലീഗും നമ്മൾ കൃത്യമായി വന്ന് കാണും. അപ്പം അങ്ങനെ ക്രിക്കറ്റ് കാണുന്ന ഒരാളായിരുന്നു ഞാൻ.
ഈ കളിക്കുന്നത് അതായത് ഹിറ്ററായിരുന്നോ അല്ലെ ബോളറായിരുന്നോ? ഒരു ഘട്ടത്തിൽ കളിയൊക്കെ എനിക്കൊരു ആക്സിഡൻ്റ് ആയിരുന്നു ചെറുപ്പത്തിൽ. അതുകൊണ്ട് കളിയിലൊരു ഘട്ടത്തിൽ പിന്നെ പാരൻസ് അയച്ചിരുന്നില്ല, കാരണം കാലിലാണ് പരിക്ക്. ബോളായിട്ടും കൊണ്ടാ പ്രശ്നം വരുന്നുള്ളതുകൊണ്ട് പക്ഷെ അങ്ങനെയാണ് അതിലേക്ക് മാറിയത്. ഇവിടുത്തെ ഈ ക്രിക്കറ്റ് എൻ ഷംസീർ എന്ന രാഷ്ട്രീയക്കാരനെ പരുവപ്പെടുത്തുന്നതിലും അപ്പോൾ ഗുണം ചെയ്തിട്ടുണ്ട്, ആളുകളായിട്ടുള്ള ഇൻട്രാക്ഷൻ. അതിപ്പോൾ ഈ ഒരു ജനറേഷനിൽ അപ്പോൾ ആ സമയത്ത് സ്പോർട്സ് ആക്ടിവിറ്റീസിലുള്ളവരൊക്കെയാണ് ഇന്ന് പല രംഗത്തുള്ളത്. യഥാർത്ഥത്തിൽ ഇത്ര ഒരു വലിയ ഭൂരിപക്ഷത്തിലൊക്കെ നമുക്ക് ജയിക്കാൻ ഈ സ്റ്റേഡിയം ഒരു കാരണമായിട്ടുണ്ട്. കാരണം ഈ സ്റ്റേഡിയത്തിലുള്ള ആൾക്കാരാണ് ഭൂരിഭാഗവും ചെറുപ്പത്തിലേ കാണുന്നവരാണ്. അവരുടെ ബന്ധുക്കൾ, അവരുടെ സുഹൃത്തുക്കൾ, അവർ വ്യത്യസ്ത പൊളിറ്റിക്സ് ഉള്ളവരാണ്. പക്ഷെ അവരൊന്നും ഞാൻ മത്സരിക്കുമ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം കണ്ടിട്ടില്ല. നമ്മളെ കൂട്ടത്തിൽ പോയൊരുത്തൻ എന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ആ നിലയിൽ അവർ നമ്മളൊക്കെ പിന്തുണ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സഭയിലായിരുന്നെങ്കിൽ ഒരു അമ്പയറുടെ റോളായിരുന്നല്ലോ. അതെ അതെ, ഒരു പക്ഷേ അതൊക്കെ ആയിരിക്കും. ഞാൻ അമ്പയറിങ് ക്രിക്കറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആളുകളെ ഈക്വലായിട്ട് കാണുക എന്നുള്ളത് പോലും ഒരു പക്ഷേ ക്രിക്കറ്റ് മൈതാനത്ത് നിന്ന് വല്ലാതെ പഠിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ യാദൃച്ഛികമായിട്ടായിരിക്കാം പിന്നീട് റഫറി സ്പീക്കറായി വന്നിട്ടുണ്ട്. അതെ, കോടിയേരി ബാലകൃഷ്ണൻ സ്പോർട്സിന് നല്ല എൻ്റർടൈൻ ചെയ്ത ആളായിരുന്നു. അതെ അതെ, അതാണ് ഇവിടുത്തെ സ്റ്റേഡിയം ഇവിടെ സ്പോർട്സ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പേരുകൾ ഞങ്ങൾ എല്ലാ KCA സ്റ്റേഡിയം ഡെവലപ്പ് ചെയ്ത അദ്ദേഹമാണ്. ഇത് സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്ത ആളായിരുന്നു. ആ ആക്ടിവിറ്റീസിൽ നല്ല രീതിയിലുള്ള പ്രോത്സാഹനം നമുക്ക് നൽകിയതാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ പൊളിറ്റിക്സിൽ ആക്റ്റീവായ കുറേ ആൾക്കാരും പല സംഘാടകന്മാരായിട്ടുണ്ട്. നമ്മളൊരു ഘട്ടത്തിൽ ഈ നാരണ ഫുട്ബോൾ നടത്തിയിരുന്നു, സെവൻസ് ഫുട്ബോൾ. അതിൻ്റെ എല്ലാ വർഷവും 5 തവണ നടത്തി. 5 വർഷത്തെയും ഉദ്ഘാടകൻ അദ്ദേഹമായിരുന്നു. സമാപനമാണ് പിണറായി പങ്കെടുക്കൽ. അപ്പോൾ അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്പോർട്സിന് താല്പര്യമാണ് തിരക്കുകൾക്കിടയിൽ പോലും ഇവിടെ വെച്ച് നടത്തിയത് പങ്കെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വനിതാ ക്രിക്കറ്റാണ് ഒരു പക്ഷേ കേരളത്തിൽ വനിതാ ക്രിക്കറ്റേഴ്സിനുള്ള ഏക ടൂർണമെന്റ് ഇപ്പോൾ വളരെ സക്സസ്ഫുൾ ആയി തുടങ്ങുമ്പം യഥാർത്ഥത്തിൽ ഈ KCA അല്ലെങ്കിൽ ബിനീഷൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ വനിതാ ക്രിക്കറ്റ് തുടങ്ങുമ്പോൾ വനിതാ ക്രിക്കറ്റിന് അത്ര പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് വനിതാ ക്രിക്കറ്റ് മെൻസ് ക്രിക്കറ്റ് പോലെ തന്നെ പോപ്പുലറുള്ള ഗെയിമായി മാറി. ഒരുപക്ഷെ അതിവിദൂരമില്ലാത്ത ഭാവിയിൽ ഈ വനിതാ ക്രിക്കറ്റ് കാണാൻ മെൻസ് ക്രിക്കറ്റിനേക്കാൾ ആളുകൾ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അത്രമാത്രം പോപ്പുലാരിറ്റി ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുക. ഇവരുടെ ടൂർണമെൻ്റ് എന്ന് നോക്കിയാൽ ആളുകൾ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വല്ലാത്ത മോർണിംഗ് ആണ്. കാരണം അപ്രതീക്ഷിതമായി ഒരു തലശ്ശേരിക്കാരനെ ഞങ്ങളിവിടെ വെച്ച് കാണുകയാണ്. ഇതോ ഇവിടെ സ്ഥിരമാണല്ലോ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു യഥാർത്ഥ ക്രിക്കറ്റ് സ്നേഹിയെ ഏറെക്കാലം കേരള നിയമസഭയിലെ അമ്പയർ ആയിരുന്നു എൻ ഷംസീർ. അപ്പോൾ താങ്ക് യു. ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പറഞ്ഞു, തലശ്ശേരിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്രയാണ്. കേരള ക്രിക്കറ്റിൻ്റെ വളർച്ച, താരങ്ങൾ കാണുന്നു. അയാൾ നല്ല ഹോക്കി പ്ലെയറാണ്. ഇതാ നിൽക്കുന്ന അണ്ടർ-19 ക്രിക്കറ്ററാണ്. എടുത്ത് പപ്പടം മുനീർ എടുക്കുന്നല്ല കേട്ടോ. എവിടെ തിരിഞ്ഞാലും അവിടെയൊക്കെ താരങ്ങളാണ്. സ്റ്റേറ്റ് പ്ലെയർ അയാൾ. താങ്ക് യു. അപ്പോൾ ചോദിച്ചാൽ 2 അഭിപ്രായം. ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. താങ്ക്സ്.